ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലീഗുനാണെങ്കിൽ എത്രയൊക്കെ പണ്ടത്തെ കാര്യങ്ങൾ ആലോചിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴും പണ്ടത്തെ ക്യുച്ചോങ്ങിനെയാണ് കേട്ടോ ഇവന് കാണാൻ കഴിയുന്നത്. അതെന്താ അങ്ങനെയെന്ന് ആലോചിച്ച് ഇവൻ വിഷമിക്കുന്നതും ഇതേ ടൈമിൽ വിഷമിച്ചിരിക്കുന്ന ക്യുച്ചോങ്ങിനെയും സേയെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് ഹോസ്പിറ്റലിലെ ഡയറക്ടേഴ്സ് മൊത്തം കൂടിയിട്ട് ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് മറച്ചു വെച്ചത് തന്നെയാണ് കേട്ടോ പ്രശ്നം. ക്യുച്ചോങ് ആണെങ്കിലോ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തതും ഇതിന് മുന്നിൽ നിന്നും ഞാനായതുകൊണ്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുക്കുകയാണെന്നൊക്കെ അവിടെ പറയുന്ന ടൈമിൽ അങ്ങോട്ട് ഇതുപോലെ ലീഗുനും വരുന്നുണ്ട്. അതായത് ലീഗുനെ വിളിക്കണല്ലോ, കാരണം ഇവനിലാണ് എക്സ്പെരിമെന്റ് ചെയ്തത്. അപ്പോൾ ലീഗുൻ വരുന്ന ടൈമിൽ പെട്ടെന്ന് ഇവന് കൈവേദനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യുച്ചോങ് ആണെങ്കിൽ പേടിച്ച് ഇവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇവൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഇത് കാണുന്ന തേയോങ് ആണെങ്കിൽ കണ്ട് ഈ പേഷ്യൻറ്റിനെ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലത്തെ ഒരു ട്രോമ ഉണ്ടായിരുന്നു, കൈക്കൊരു ഫേക്ക് ആയിട്ടുള്ള പെയിൻ വരാറുണ്ട്. ഇപ്പോൾ റീസെറ്റ് ചെയ്തതിന് ശേഷം അയാൾക്ക് അത് തിരിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, റീസെറ്റ് നന്നായിട്ട് തന്നെ നടന്നു എന്നല്ലെന്ന് ചോദിക്കുമ്പോൾ അതായത് ഇവൻ ഇപ്പോഴും ഇവൻ്റെ എക്സ്പെരിമെന്റിനെ പറ്റിയിട്ടുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ കേട്ടോ. പേഷ്യൻറ്റിന് എന്തായി എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന ക്യുച്ചോങ്ങിനും പ്രൊഫസർ ഹാനിനൊക്കെ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ക്യുച്ചോങ് ആണെങ്കിലും ഞാൻ പുറത്ത് നിൽക്കാം, പേഷ്യൻറ്റിനെ ഞാൻ ഇവിടെ നിൽക്കുന്നത് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ഇവൾ അങ്ങ് പുറത്തേക്ക് പോകുന്ന ടൈമിൽ ഡയറക്ടേഴ്സ് ലീഗുവിനോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഈ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ അറിഞ്ഞിട്ടാണോ ചെയ്തത്, നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തായാലും ഇവൻ ഇതിന് മോശമായിട്ടൊക്കെ തന്നെയാണ് മറുപടി പറയുന്നത്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾ മറ്റാർക്കെങ്കിലും സജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഞാൻ മറ്റൊരാളായിട്ടാണ് ജീവിച്ചത്, അതുകൊണ്ട് തന്നെ എനിക്കിതിനോട് തീരെ താല്പര്യമില്ല എന്ന് പറയുന്ന ലീഗുവിനോട് അത് ശരി, ഇനിയൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങളിത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കാരണം ഞാനിപ്പോൾ എൻ്റെ കുറവുകളും എൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മറ്റൊരാളാവാൻ ശ്രമിക്കുകയാണ്, അതിൻ്റെ ആവശ്യം എനിക്കുള്ളൂ എന്നവിടെ പറയുന്നതും ഇതൊക്കെ കേൾക്കുമ്പോൾ തേയോങ്ങിന് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. കാരണം ഈ എക്സ്പെരിമെൻറ്റിനെ പറ്റിയിട്ട് ഇവൻ മോശമായിട്ടാണല്ലോ സംസാരിച്ചത്. അങ്ങനെ ലീഗുൻ പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ക്യുച്ചോങ്ങിനെ ഇവൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇവൾക്ക് നല്ല വിഷമമൊക്കെ വരുന്നുണ്ട്. ഇവരാണെങ്കിലോ ക്യുച്ചോങ്ങിനെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട് 3 മാസത്തേക്ക്. അതുപോലെ തന്നെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് മറ്റാരെങ്കിലും ഏറ്റെടുക്കണമല്ലോ. അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് കറക്റ്റ് മിനിസ്റ്ററും കുറച്ച് ആളുകളും കൂടി അങ്ങോട്ട് വരുന്നതും റീസെറ്റിൻ്റെ കാര്യം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിച്ച് ചൂടാകുന്ന മിനിസ്റ്റർ ആണെങ്കിൽ ആ ഒരു എലി റീസെറ്റ് ചെയ്തത് മരിച്ചു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എടുത്ത വഴിക്ക് അവിടെയുള്ള പ്രൊഫസർ ഹാൻ ആണെങ്കിൽ ആ എലി മരിച്ചു എന്ന് മാത്രമല്ല അത് പേഷ്യൻ്റായിട്ട് ലീഗിൽ നിന്ന് മറച്ചു വെച്ചിട്ടാണ് ഈ റീസെറ്റ് എക്സ്പെരിമെൻറ്റ് നടത്തിയെന്ന് പറയുമ്പോൾ മിനിസ്റ്റർക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഇതിനെപ്പറ്റി താങ്കൾക്ക് എന്തെങ്കിലും അറിയായിരുന്നു എന്ന് ഡയറക്ടറോട് ചോദിക്കുന്ന ടൈമിൽ അയ്യോ എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ ആൾ നൈസായിട്ട് തലയുരുന്നുണ്ട് കേട്ടോ. ഇതുകൂടി കേൾക്കുമ്പോൾ തെയ്യോങ്ങിൻ്റെ കിളി പോകുന്നുണ്ട്. മിനിസ്റ്റർ ആണെങ്കിലും എന്തായാലും ഈ എക്സ്പെരിമെൻറ്റ് ഇവിടെ വെച്ച് നിർത്തുകയാണ്, എല്ലാ ഫണ്ടും തിരിച്ചു തരണം, ഇതിൻ്റെ ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്ന ടൈമിൽ ഡയറക്ടർ പിന്നാലെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തേയോങ് ആണെങ്കിൽ അല്ല സാർ എവിടെ പോവാ, നമുക്കിതൊക്കെ എങ്ങനെയെങ്കിലും തീർക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എന്ത് തീർക്കാൻ, താൻ എന്തായാലും എല്ലാ ഉത്തരവാദിത്തം അങ്ങ് ഏറ്റെടുത്തേക്ക്, ഞാൻ തനിക്കെതിരെയാണ് ആക്ഷൻ എടുക്കാൻ പോകുന്നതെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന തേയോങ്ങിൻ്റെ കിളി പോകുന്നുണ്ട് കേട്ടോ. അതായത് ഡയറക്ടർക്ക് എന്തായാലും ഇതൊന്ന് എസ്കേപ്പ് അടിച്ചല്ലേ പറ്റൂ. അപ്പോൾ ഇവൻ്റെ മേത്ത് എല്ലാ കുറ്റങ്ങളും അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് ലീഗുന് ഓഫീസിലേക്ക് പോകുമ്പോൾ സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഇവളൊരു നോട്ട് പാഡ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ വർക്കിന് തിരിച്ചു വന്നുവല്ലേ, അതിൻ്റെ അർത്ഥം നിങ്ങൾ ഓക്കെ ആയെന്നാണ്, ഇനി എന്നും ഇവിടെ ഉണ്ടായിരിക്കണം എന്നൊക്കെ ആയിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇവൻ ദേഷ്യത്തിൽ അത് ചുരുട്ടി അങ്ങ് എറിയുന്നതും അവിടെ കുറേ പാഴ്സൽ ഇരിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ ഇവൻ മുന്നേ ഇവൾക്ക് വേണ്ടിയിട്ട് ഒരു ബ്രേസ്ലെറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിവൻ കാണുന്നതും ഇവൻ അതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നീട് ഫ്രിഡ്ജ് തുറക്കുന്ന ടൈമിലും ഇവൻ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വെച്ചിട്ട് ഇവൾ നോട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ദേഷ്യത്തിൽ വലിച്ചു മാറ്റുന്ന ലീഗുനെയാണ് കാണിക്കുന്നത്. ബേസ്മെൻറ്റിലുള്ള സേയാണെങ്കിലും ആകെ പെട്ടുപോകുന്നുണ്ടല്ലോ. ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ ഇവളുടെ ബ്രേസ്ലെറ്റ് പൊട്ടിച്ചു കളയുന്നതും എന്നാലും ചേച്ചിക്ക് ഞാൻ കാരണാപത്തായാലും എന്നൊക്കെ ആലോചിക്കുന്ന സേയാണെങ്കിൽ പിന്നീട് ഓർത്തെടുക്കുന്നത് പണ്ടത്തെ ഒരു കാര്യമായിരിക്കും. ചെറുപ്പത്തിൽ സേയ കളിക്കുന്ന ടൈമിൽ അന്ന് ലീഗുൻ വീണ ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നിട്ടായിരിക്കട്ടെ ഇവൾ കളിക്കുന്നത്. അങ്ങോട്ട് വരുന്ന കുറച്ച് ബോയ്സ് ആണെങ്കിൽ നിനക്ക് അച്ഛനില്ലാലേ, നിന്റെ അച്ഛൻ എന്തോ പ്രാന്താണെന്ന് തോന്നുന്നു, നീയും നിന്റെ അമ്മയും അച്ഛൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നതാണല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കളിയാക്കുന്നതും ഇതൊക്കെ കേൾക്കുന്ന സേയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് വരുന്ന ക്യുച്ചോങ് ആണെങ്കിൽ നീ ആരടാ അതൊക്കെ ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പയ്യന്മാരെ നന്നായിട്ട് വിരട്ടി അവിടെ നിന്നും ഓടിക്കുന്നതും എന്നിട്ട് സേയ്ക്ക് ഒരു ബ്രേസ്ലെറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കയ്യിൽ കെട്ടിയിട്ട് നീ എന്താഗ്രഹിച്ചാലും അത് നടക്കും, ഇത് പൊട്ടണം കേട്ടോ, അതുവരെ നീ ഇത് ഇടണം എന്നൊക്കെ പറയുന്നതും ഇവൾക്ക് നല്ല സന്തോഷമൊക്കെ ആകുന്നുണ്ട്. മുന്നത്തെ സീനിലൊക്കെ സേയ ക്യുജോങ്ങിനോട് പറഞ്ഞിരുന്നു ഈ ബ്രേസ്ലെറ്റിന്റെ കാര്യം എനിക്ക് പറഞ്ഞു തന്നത് തന്നെ ചേച്ചിയാണെന്ന്. പക്ഷെ ക്യുജോങ്ങിന് ഇതൊന്നും ഓർമ്മയുണ്ടായിരിക്കില്ല. സേയ അപ്പൊ ക്യുജോങ്ങിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു. ഇതെല്ലാം ആലോചിച്ചെടുക്കുന്ന സേയാണെങ്കിൽ എനിക്ക് ചേച്ചിയെ എങ്ങനെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് അവിടെ മൊത്തം സെർച്ച് ചെയ്യുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അതായത് ഇവൾക്ക് അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. ഇതേ ടൈമിൽ തന്നെ ലീഷിനാണെങ്കിലോ പോലീസ് ഓഫീസേഴ്സിന്റെ കോള് വരുന്നതും ഇവൻ സേയെ പറ്റി ഇവരോട് പറയുന്നുണ്ട് കേട്ടോ. അതായത് സേയ പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്, അപ്പോൾ ഈ കേസ് തരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ആ പെൺകുട്ടിയുടെ ശരിക്കുള്ള അച്ഛൻ്റെ കൂടെയാണ് ഇപ്പോൾ, പക്ഷേ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, മിസ്സിംഗ് കേസ് പോലെയാണെന്നൊക്കെ പറയുന്നതും ഓഫീസർ ആണെങ്കിലും ഒരു കംപ്ലൈൻറ്റ് തരേണ്ടി വരും, അവരുടെ പാരൻസിൻ്റെ വരികയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കുമെന്ന് പറയുന്ന ഓഫീസർ ആണെങ്കിൽ അല്ല നിങ്ങളെ ഫോളോ ചെയ്തിരുന്ന ആളുടെ ഫോട്ടോ അയച്ചിരുന്നു കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എവിടേക്ക് അയച്ചെന്ന് ചോദിക്കുമ്പോൾ അത് ലീഗിൻ്റെ ഇമെയിലേക്കാണെന്ന് ഓഫീസേഴ്സ് പറയുന്നതും പിന്നീട് ഇവൻ ലീഗിൻ്റെ ഓഫീസിൽ
ഓഫീസിൽ പോയിട്ട് ആ ഫോട്ടോ ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഫോട്ടോ കാണുന്ന ടൈമിൽ തന്നെ ലീഗുന് ഇത് സേയുടെ അച്ഛനാണെന്ന് മനസ്സിലാകുന്നുണ്ട്. കാരണം സേ നേരത്തെ ഫോട്ടോ കാണിച്ചു കൊടുത്തിരുന്നല്ലോ. അപ്പോൾ ഇവനാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നതും ഇത് മനസ്സിലാക്കുന്ന ലീഷനാണെങ്കിൽ എന്നാലും ഇയാൾ എന്തിനാ എന്നെ ഫോളോ ചെയ്ത് അപായപ്പെടുത്താൻ ശ്രമിക്കുന്നേ, നിനക്കെന്താ ഇയാളെ അറിയുമെന്ന് അവിടെ ചോദിക്കുന്ന ടൈമിൽ സേ ഇപ്പോൾ എവിടെയാണെന്ന് ഇവനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലീഷനാണെങ്കിൽ അത് കൊള്ളാം, ഇപ്പോൾ സേയെ പറ്റിയാണോ ചോദിക്കുന്നത്, എന്താ നിനക്ക് സേയെ കാണാൻ തോന്നുന്നുണ്ടോ എന്നവിടെ ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന ലീഗുനാണെങ്കിൽ ആശ പറയല്ലേ അവൾ ഇറ്റലിയിലേക്ക് തിരിച്ചു പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞപ്പോഴാണ് അവൾ ഇറ്റലിയിലേക്ക് തിരിച്ചു പോയില്ല എന്ന് മാത്രമല്ല അവൾ അവിടെ ശരിക്കുള്ള അച്ഛനെ കണ്ടുപിടിച്ചു, ഇപ്പോൾ ആളുടെ കൂടെയാണ്, പക്ഷേ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ലീഗുനാകെ ടെൻഷൻ അടിക്കുന്നതൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. ലീഷനാണെങ്കിലും ഓഫീസേഴ്സിനോട് ഞങ്ങൾ കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വലിയ കാര്യമില്ല, പാരൻസ് വന്നിട്ട് കംപ്ലൈൻറ്റ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഞാനും ക്യുജോങ്ങും കൂടിയിട്ട് ആളെ ഒന്ന് തപ്പണമെന്ന് വിചാരിക്കുന്നുണ്ട്, അതിനെ ഇപ്പോൾ പോകുന്നതെന്നൊക്കെ ലീഷൻ അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ തന്നെ സെർച്ച് ചെയ്യുന്ന സേയ്ക്ക് ക്യുജോങ്ങിൻ്റെ പേഴ്സ് കിട്ടുന്നുണ്ട്. അതായത് അച്ഛനെ കാണാൻ പോവാന്ന് പറയുന്ന ടൈമിൽ ക്യുജോങ് ഇവളുടെ ക്രെഡിറ്റ് കാർഡൊക്കെ കൊടുത്തിരുന്നല്ലോ, അതാണ് സേയുടെ കയ്യിൽ കിട്ടുന്നത് കേട്ടോ. അതുപോലെ ഈ കാർഡൊക്കെ സ്വൈപ്പ് ചെയ്യാനുള്ള മെഷീന്, അതായത് അച്ഛൻ്റെ ഓഫീസിലത്തെ ആയിരിക്കും, അതും ഇവൾക്ക് കിട്ടുന്നുണ്ട്. പെട്ടെന്നാണ് ഇത് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ മെസ്സേജ് ക്യുജോങ്ങിന് പോകും. അങ്ങനെ ഇവൾ എവിടെയുള്ളതെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമല്ലോ. അപ്പോൾ ഇവളാണെങ്കിൽ ഇതിൽ സ്വൈപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നതും ഫസ്റ്റ് ഈ റേഞ്ച് പ്രോബ്ലം ഉള്ളത് കൊണ്ട് പക്ഷെ പറ്റുന്നില്ല, പിന്നീട് അവൾക്കത് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇവൾക്ക് ഹാപ്പി ആകുന്നുണ്ട്. ക്യുജോങ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും ഇവളുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുന്ന ടൈമിലാണ് ഈ കാർഡ് സ്വൈപ്പ് ചെയ്തിൻ്റെ മെസ്സേജ് ഇവൾക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവളിത് ശ്രദ്ധിക്കുന്ന ടൈമിലാണ് അല്ല എൻ്റെ ക്രെഡിറ്റ് കാർഡ് സേയുടെ അടുത്തായിരുന്നില്ലേ, പറഞ്ഞതുപോലെ അവൾ എനിക്കത് തിരിച്ച് തന്നില്ലല്ലോ എന്ന് ഇവളിങ്ങനെ ചിന്തിക്കുന്ന ടൈമിൽ തന്നെയാണ് കേട്ടോ ഈ കാർഡ്, അതായത് ബാങ്കിൽ നിന്ന് കോള് വരുന്നത്. അത് വളരെ ചെറിയ എമൗണ്ട് ആണ് കേട്ടോ ട്രാൻസാക്ഷൻ നടത്തുന്നത്. അപ്പോൾ അത് നിങ്ങൾ തന്നെയാണോ, നിങ്ങളുടെ കാർഡ് മിസ്സായിട്ടുണ്ടോ എന്നൊക്കെ ബാങ്കിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്ന ടൈമിൽ ഇവൾക്ക് പെട്ടെന്ന് എന്തോ ഒന്ന് കണക്റ്റ് ആവുന്നുണ്ട്. അതായത് ഇവൾ ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന ടൈമിൽ അതിൽ ഫസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് ചെയ്യാനുള്ള നമ്പർ ആയിരിക്കും കേട്ടോ. അതുപോലെ അടുത്ത നമ്പർ എന്ന് പറയുന്നത് SOS, അതായത് രക്ഷപ്പെടുത്താനുള്ള അങ്ങനെ എന്തൊക്കെ ഒരു മെസ്സേജ് പോലെ ഇവൾക്ക് കണക്റ്റ് ആകുന്നുണ്ട് കേട്ടോ. സേയും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ക്യുജോങ് ആണെങ്കിലും ഇനി അവൾ വല്ല അപകടത്തിലായിരിക്കും എന്ന് അവിടെ ചിന്തിക്കുന്നുണ്ട്. ലീഗുനാണെങ്കിൽ ഓഫീസറെ വിളിച്ചിട്ട് ഈ ഫോളോ ചെയ്യുന്ന ആളെ പറ്റിയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻ തരുമോ, അല്ല ഇയാൾ ഡേഞ്ചർ ആണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, ഇയാളെ സ്വന്തം ഫാമിലീനെ അപായപ്പെടുത്താൻ ശ്രമിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഓഫീസർ ആണെങ്കിൽ ഇയാൾ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ആളാണ്, മുന്നത്തെ ഒരു കേസിൽ ഇയാൾ അറസ്റ്റ് ചെയ്യാൻ കാരണം തന്നെ സംശയരോഗത്തിൻ്റെ പേരിൽ, അതായത് ഭാര്യയോടുള്ള സംശയരോഗത്തിൻ്റെ പേരിലാണ് ഒരാളെ കൊന്നത്, അതൊരു സൈക്കാട്രിസ്റ്റ് ആയിരുന്നു, അത് അന്നത്തെ വലിയ ന്യൂസൊക്കെ ആയിരുന്നു എന്ന് ഈ ഓഫീസർ പറയുന്നതും ഇതേ ടൈമിൽ ക്യുജോങ് ആണെങ്കിലും ലീഷൻ ഇവളെ വിളിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ ഇത് സേയുടെ ഭാഗത്ത് നിന്ന് വന്ന മെസ്സേജാണ്, ഇത് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നതും ഈ മെസ്സേജസ് എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു കാർ സെൻറ്ററിൽ നിന്നാണെന്നും ഈ അഡ്രസ്സൊക്കെ ഇവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലീഷനാണെങ്കിൽ തൻ്റെ കാറിടെങ്ങാനും പോയതായിരിക്കും, ആരെങ്കിലും വല്ല പ്രാങ്ക് ഒക്കെ ചെയ്യുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ അല്ല എനിക്ക് എന്തോ ഒരു ഡൗട്ട് ഉണ്ടെന്നൊക്കെ പറയുന്ന ടൈമിലാണ് സേയുടെ ഒരു മെസ്സേജ് ഇവൾക്ക് വരുന്നത്. അതായത് ചേച്ചി ഇപ്പോൾ എവിടെയാണ്, എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പെട്ടെന്നൊന്ന് കാണണം, ഇപ്പോൾ വിളിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കാണുന്ന ക്യുജോങ്ങിന് ശരിക്കും സമാധാനമാകുന്നുണ്ട് കേട്ടോ. സമാധാനം, സേയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ലീഷനാണെങ്കിൽ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ തന്നെ നേരത്തെ ആരെങ്കിലും പ്രാങ്ക് ചെയ്യാൻ ശ്രമിച്ചതായിരിക്കും, എന്തായാലും ഒരു റിപ്പോർട്ട് കൊടുത്തേക്ക്, തൻ്റെ ക്രെഡിറ്റ് കാർഡ് തിരിച്ച് കിട്ടണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. ക്യുജോങ് ആണെങ്കിലും എന്നാൽ ശരി ഞാൻ സേയെ മീറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നീട് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നതും ഇവൾ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. സേയല്ല സേയുടെ അച്ഛനാണ് മെസ്സേജ് അയച്ചതെന്നൊന്നും അറിയാതെ. എന്നാൽ ലീഷനാണെങ്കിലും എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട്. ലീഗുനാണെങ്കിലോ നെറ്റിൽ ആ ഒരു കേസിനെ പറ്റിയൊക്കെ നോക്കുന്ന ടൈമിലാണ്, അതായത് ഭാര്യനെ സംശയിച്ചിട്ടാണ് ഒരു സൈക്കാട്രിസ്റ്റിനെ കൊന്നത്, അയാൾ വലിയൊരു സൈക്കാട്രിസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയുന്നതും ആ പേര് കാണുമ്പോൾ തന്നെ അത് ക്യുജോങ്ങിൻ്റെ അച്ഛനാണെന്ന് മനസ്സിലാക്കുന്ന ലീഗുൻ ശരിക്കും ഷോക്കാകുന്നുണ്ട് കേട്ടോ. അതായത് സേയുടെ അച്ഛനാണ് ക്യുജോങ്ങിൻ്റെ അച്ഛനെ കൊന്നിട്ടുള്ളത്. ഇവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലീഷിനെ വിളിക്കുമ്പോൾ ലീഷിനാണെങ്കിലോ ആ ഒരു മെസ്സേജ് വന്ന കാർ സെൻറ്റർ അന്വേഷിച്ച് നടക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ ക്യുജോങ് എവിടെയുള്ളതെന്ന് ചോദിക്കുന്ന ലീഗുനോട് ആൾക്ക് സേയുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടെന്ന് ലീഷൻ പറയുന്നതും ഇത് കേൾക്കുന്ന ലീഗുനാണെങ്കിൽ പെട്ടെന്ന് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇവനാണെങ്കിൽ ആ ഫേക്ക് ആയിട്ടുള്ള കയ്യിലത്തെ പെയിൻ വരുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ തന്നെ ക്യുജോങ് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചെത്തുമ്പോൾ നേഴ്സ് ആണെങ്കിൽ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു വിസിറ്റർ ഉണ്ടെന്ന് ക്യുജോങ് അവിടെ പറയുന്നതും ഇതേ ടൈമിൽ ക്യുജോങ് പറഞ്ഞ ആ ഒരു ലൊക്കേഷൻ അനുസരിച്ച് ലീഷിൻ സേയുടെ അച്ഛൻ്റെ ആ ഷോപ്പിൽ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ക്ലോസ്ഡ് ആയിരിക്കും. ഇവനാണെങ്കിൽ അവിടെ മൊത്തം ഒന്ന് തപ്പുന്നതും അവിടെ ഇങ്ങനെ കൊട്ടുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ അതിൻ്റെ ബേസ്മെൻറ്റിലാണല്ലോ സേ ഉള്ളത്. അയ്യോ ആരെങ്കിലും ഉണ്ടോ അവിടെ, എന്നൊന്ന് രക്ഷിക്കണേ എന്നൊക്കെ വിളിച്ചു പറയുന്നതും ഇതൊന്നും ലീഷിന് കേൾക്കാനേ പറ്റത്തില്ല. സേയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ശബ്ദം കേട്ടതാണല്ലോ, ആരെങ്കിലും ഉണ്ടോ അവിടെ, എന്നൊന്ന് രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ടൈമിൽ ലീഷിനാണെങ്കിൽ തിരിച്ചു പോകാൻ നോക്കുന്നുണ്ടെങ്കിലും എന്തോ അവനൊന്ന് സ്റ്റോപ്പ് ആകുന്നുണ്ട്. ഓഫീസിലെത്തുന്ന ക്യുജോങ് ആണെങ്കിലും ഞാൻ ഇവിടെ എത്തി, നീ എവിടെയുള്ളതെന്നൊക്കെ ചോദിച്ച് സേയ്ക്ക് മെസ്സേജ് അയക്കുന്നതും ആ ടൈമിലാണ് ഇവളുടെ ലഗേജസ് ഒക്കെ താഴ്ത്ത് വീഴുന്നത് കേട്ടോ. ഇവൾക്ക് നേരത്തെ കൊറിയർ ആയിട്ട് വന്നിട്ടുള്ള പാഴ്സൽ ഇവൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല, അതിലുണ്ടായിരിക്കും ഒരു പാവക്കുട്ടിയായിരിക്കും. അതായത് മുന്നത്തെ എപ്പിസോഡിലൊക്കെ കാണിച്ചിരുന്നു ഇവളുടെ അച്ഛനെ കൊലപ്പെടുത്തുന്ന ടൈമിൽ ഇവളുടെ കയ്യിൽ ഒരു പാവക്കുട്ടി ഉണ്ടായിരുന്നു, അതേ പാവക്കുട്ടി തന്നെയാണ് കേട്ടോ. ഇത് കാണുന്ന ക്യുജോങ്ങിനാണെങ്കിൽ പെട്ടെന്ന് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നതും ഇവൾ ആകെ ഷോക്കായിട്ട് അവിടെ വീഴുന്നുണ്ട്. തൊട്ടു പിന്നിലായിട്ട് സേ
സേഡ് അച്ഛൻ നിൽക്കുന്നതുമാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ലീഷനാണെങ്കിലോ അവിടെ ഒന്ന് കറങ്ങുന്ന ടൈമിൽ താഴത്തേക്ക് കുറച്ച് സ്റ്റെപ്സ് കാണുന്നുണ്ട് കേട്ടോ. ഇവൻ അവിടെ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഒരു ബേസ്മെന്റ് കാണുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ടൈമിൽ ശബ്ദം കേൾക്കുന്ന സൈ ആണെങ്കിലോ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഓളിയിടുന്നതും ഇത് സൈ ആണോ എന്ന് ചോദിച്ച് ഇവനാണെങ്കിൽ എന്തൊക്കെയോ ഉപയോഗിച്ച് ആ പൂട്ടൊക്കെ അങ്ങ് തുറക്കുന്നുണ്ട് കേട്ടോ. ലീഷിനെ കാണുന്ന സേക്കാണെങ്കിൽ ശരിക്കും ആശ്വാസം വരുന്നുണ്ട്. പകുതി ജീവൻ തന്നെ തിരിച്ചു കിട്ടുകയാണ്. ലീഗുനാണെങ്കിലോ ഹോസ്പിറ്റലിലേക്ക് ഓടി വരുന്നതും ഇതേ ടൈമിൽ തന്നെ ലീഷൻ ക്യുജോങ്ങിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ക്യുജോങ് നോക്കുന്ന ടൈമിൽ തൊട്ട് പിന്നിൽ സേഡ് അച്ഛൻ നിൽക്കുന്നത് കണ്ട് ഇവള് ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് വരുന്ന ലീഗുനാണെങ്കിൽ ഫോണിൽ പോലീസിനെ വിളിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അച്ഛനാണെങ്കിലോ ഇവളോട് പറയുന്നത്, നീ എൻ്റെ മകളെന്നെ എന്തിനങ്ങനെ അടുപ്പിച്ച് നിർത്തിയത് എനിക്കറിയാം. നീ അവളെ ഒരുപാട് സ്നേഹിച്ചിട്ട് നിന്റെ അച്ഛൻ ഒരു ക്രൂരനാണ്, ഒരു മർഡറർ ആണെന്നൊക്കെ പറയാനല്ലേ, എന്നിട്ട് വീണ്ടും അവളെ എന്നിൽ നിന്ന് അകറ്റാനല്ലേ എന്നൊക്കെ ചോദിക്കുന്നതും ഇവൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് മാത്രമല്ല ടെൻഷൻ കയറിയിട്ട് ഇവളുടെ ബോധം അവിടെ പോകുന്നുണ്ട് കേട്ടോ. ഇയാളാണെങ്കിലോ നീ പേടിക്കേണ്ട, എൻ്റെ അടുത്ത് എൻ്റെ മകൾ എത്തിയതുപോലെ നിനക്ക് നിന്റെ അച്ഛൻ്റെ അടുത്ത് പോകണമെന്ന് ആഗ്രഹമില്ലേ, ഞാൻ ഉടനെ തന്നെ എത്തിക്കാമെന്ന് പറഞ്ഞ് ആ പാവക്കുട്ടി എടുത്തിട്ട് ഇയാളുടെ കയ്യിൽ എന്തോ ഒരു ചുറ്റിക പോലത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കും. അത് വെച്ച് ഇവളെ അടിക്കാൻ നോക്കുന്ന ടൈമിലാണ് കറക്റ്റ് അങ്ങോട്ട് ലീഗുൻ കയറി വരുന്നതും പിന്നീട് ഇവർ തമ്മിലൊരു ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്. ഇവൻ നോക്കുന്ന ടൈമിൽ ക്യുജോങ് ബോധം കെട്ട് കിടക്കുന്നതാണ് കാണുന്നത്. ലീഗുൻ ശരിക്കും പേടിക്കുന്നുണ്ട്. സേഡ് അച്ഛനാണെങ്കിലോ ആ ചുറ്റിക ഉപയോഗിച്ച് ഇവളെ അടിക്കാൻ നോക്കുന്ന ടൈമിൽ ലീഗുൻ ഇവളെ കവർ ചെയ്യുന്നതും കറക്റ്റ് ആ ടൈമിൽ പോലീസ് എത്തുന്നത് കൊണ്ട് സേഡ് അച്ഛൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവർ ശരിക്കും രക്ഷപ്പെടുന്നുണ്ട്. ലീഗുൻ ആണെങ്കിലോ പിന്നീട് ക്യുജോങ്ങിനെ വിളിക്കുന്ന ടൈമിൽ ഇവൾക്ക് ബോധമൊന്നും വരുന്നില്ല. അപ്പൊ ഇവനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഇവളോട് എണീക്കാനൊക്കെ പറയുന്ന ഒരു സാഡ് സീനാണ് കാണിക്കുന്നത്.